ഹലോ, ശ്രീജിത്ത് ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് പാതിരിപ്പാലാണ് കേട്ടോ. പാതിരിപ്പാലം നമ്മൾ ബത്തേരിയിൽ നിന്ന് നമ്മൾ നേരെ പോകുമ്പോൾ നമ്മൾ ഇങ്ങോട്ടൊരു റോഡുണ്ട്, ഈ ചന്ദനവല്ലി ക്ഷേത്രം എന്നുണ്ട്. ആ റോഡിന് ഇങ്ങനെ വരണം. അതിപ്പോൾ നേരെ ബീനാച്ചിക്ക് എത്തുന്ന റോഡാണ്. ഇവിടെ ഓയിസ്ക വയനാട് എന്നൊരു റിസർച്ച് സെൻ്റർ ഉണ്ട്. അതിൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് ഞാനിന്ന് നിങ്ങളെ മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഓയിസ്ക വയനാട്ടിലെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി നമ്മൾക്ക് പോയാലോ? കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ തന്നെ ഞാൻ പോവാണേ. ഇതാ പോണു. ഇതാണ് നമുക്ക് പറഞ്ഞ ഓയിസ്ക ഉണ്ടോ, ഈക്കോ റിസർച്ച് സെന്റർ. ഇതാണ് ആ സ്ഥലം. നമ്മൾ അങ്ങോട്ട് പോവാ. ഇതവരെ ഇത് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് അവരുടെ സ്ഥാപനത്തിലേക്കുള്ള വഴി. ഉണ്ടല്ലോ, നമ്മളൊക്കെ അങ്ങോട്ട് പോവാട്ടോ. ഏതാണ്? അങ്ങോട്ട് പോവാണേ. ഇതാ നമ്മൾ പോകുന്നു അങ്ങോട്ട് പോകാം. ഞാൻ നിങ്ങളെ ഇതാണ് ഒരാഴ്ച റെഡിയാക്കാൻ സ്ഥാപനം കേട്ടോ. ആ സ്ഥാപനതാ ഞാൻ ഫുള്ള് ബാക്ക് വെച്ചിട്ട് കാണിച്ചു തരാം. നമുക്ക് ഇതിന്റെ ഫുൾ കിട്ടണം. ഈ സ്ഥാപനം ഫുള്ള് കിട്ടണ്ടേ? ഇങ്ങനെ പിടിച്ചിട്ട് ഇൻഡസ്ട്രിയൽ, സ്പിരിച്വൽ ആൻഡ് കൾച്ചറൽ കണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇത് നടത്തുന്ന ഇത് സർക്കാർ സ്ഥാപനം ആണ് തോന്നുന്നത്. ആ സർക്കാർ സ്ഥാപനമാണ്. സർക്കാർ ഇതര സ്ഥാപനം. അതൊക്കെ അവിടെ നിന്ന് ഒരാൾ പറഞ്ഞു തരും. ഇത് നടത്തുന്ന ആളുണ്ട്, അവര് പറഞ്ഞു തരും. അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം. ഇതിന്റെ ഇതിലേക്ക് നമ്മൾ ഇങ്ങനെ പോകും. ഇത് തുടങ്ങിയത് 1900 കേട്ടോ. 12/12/2006 ഇത് ഉദ്ഘാടനം ചെയ്തത്. കണ്ടോ? ഇതിന്റെ പ്രസിഡന്റ്, ഇതിന്റെ പേരെന്താ? ഒരു പേരുണ്ട്, യോഷിക്കോ നക്കാനോ എന്നാണ് ഇതിന്റെ പേര്. നക്കാനല്ല കേട്ടോ, നക്കാനോന്ന് ഒരു പേരാണിത്. കേട്ടില്ലേ? ജപ്പാലാണ്, ജപ്പാൻ ഇന്റർനാഷണൽ കണ്ടല്ലോ നിങ്ങള്. അപ്പോൾ നമ്മൾക്ക് ഇതിന്റെ പ്രൊപ്പറേറ്ററോട് ഇതിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാം. നമസ്കാരം മാഡം. നമസ്കാരം. എന്താണ് പേര്? എന്റെ പേര് രാജീവ്. പറയൂ മാഡം. രാജേശ്വരിയാണ്. രാജേശ്വരി എന്നാണ് പേര് അല്ലേ? ഒരു വർഷമായിട്ട് നിങ്ങളാണ് നോക്കി നടത്തുന്നത് അല്ലേ? അപ്പോ ഈ ഓയിസ്ക എന്ന് പറഞ്ഞാല് ഓയിസ്ക ഓർഗനൈസേഷൻ ഫോർ ഇൻഡസ്ട്രിയൽ, സ്പിരിച്വൽ ആൻഡ് കൾച്ചറൽ അഡ്വാൻസ്മെന്റ് എന്നാണ്. ഇത് 1961 ജപ്പാനിൽ സ്ഥാപിതമായ ഒരു അന്താരാഷ്ട്ര സർക്കാർ ഇതര സംഘടനയാണ്. ഓ, അത് ശരി. ലോകമെമ്പാടുമുള്ള സുസ്ഥിര പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകുന്നു. പരിസ്ഥിതി സംരക്ഷണം, കാർഷിക വികസനം, ദുരിതാശ്വാസ പ്രവർത്തനങ്ങള്, പരിസ്ഥിതി, വിദ്യാഭ്യാസം, യുവജന പങ്കാളിത്തം തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും ഈ സംഘടന ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. തൊഴിൽ നൈപുണ്യം വർദ്ധിപ്പിക്കുക, സാങ്കേതിക വിദ്യ പഠിപ്പിക്കുക എന്നിവയിലൂടെ ഒരു കമ്മ്യൂണിറ്റിയെ എങ്ങനെ വളർത്തിയെടുക്കുക. കാർഷിക വികസനം, വനവൽക്കരണം, അതെ എക്കോ ഫോറസ്ട്രി എന്ന് കണ്ടില്ലേ? അപ്പോ കാർഷിക വികസനം, വനവൽക്കരണം, പ്രകൃതി വിഭവങ്ങളുടെ സംരക്ഷണം എന്നിവ പ്രോത്സാഹിപ്പിക്കുക. പരിസ്ഥിതിയെ സംരക്ഷിക്കുക. ഇവിടെ കണ്ടില്ലേ നിറയെ മരങ്ങൾ, എല്ലാം അതാ രുദ്രാക്ഷം, പഞ്ചമുഖ രുദ്രാക്ഷം അതാ കാണുന്നു. അത് രുദ്രാക്ഷമരാണല്ലേ? ഇത് രുദ്രാക്ഷാണ്. ഇത് ഇതാ ഈ കാണുന്ന വലിയ മരല്ലേ? ഇതാണ് രുദ്രാക്ഷം. നമ്മളെ കഴുത്തിലേക്ക് ഇടുന്ന രുദ്രാക്ഷം മരമാണ്. നല്ല ചെമ്പകമാണ്. ഇത് ചെമ്പകമാണ്. ചെമ്പകം കാണാത്തൊരു ചെമ്പകം കണ്ടോളിട്ടോ. ചെമ്പകം ചിലപ്പോൾ കണ്ടു, പക്ഷെ ഇത് ഒറിജിനൽ ചെമ്പകമാണ്. നാഗപ്പാല എന്ന് പൊതുവെ അറിയപ്പെടുന്ന ഒരു മരമാണ്. ഇതാ വലിയ മര നാഗപ്പാല. കണ്ടോ? ആ മരമാണ്. കണ്ടോ? അനന്തശയനം പോലെയാണ് അതിന്റെ പൂക്കൾ ഇരിക്കുക. ആണല്ലേ? അങ്ങനെ നിരവധി ഔഷധ മരങ്ങള് സംരക്ഷിക്കുകയാണ്. ഇതില് എന്താന്ന് പറയാ, ഈ പരിസ്ഥിതിയുടെ സംരക്ഷണം, പരിസ്ഥിതി വികസനം, വിദ്യാഭ്യാസം, അതിലൂടെ
ഇവിടെയുള്ളവർക്ക് വിദ്യാഭ്യാസമൊക്കെ ഇതില് എന്തിനാണ് ഒരു പ്രകൃതിയെ സംരക്ഷിക്കപ്പെടേണ്ടത് എന്ന് ഇവിടെ വന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. പിന്നെ കാർബൺ ന്യൂട്രിയന്റ് പഞ്ചായത്താണ് മീനങ്ങാടി. ഈ കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കാർബൺ ന്യൂട്രിയന്റ് പഞ്ചായത്താണ് ഈ മീനങ്ങാടി. ഈ മീനങ്ങാടിയില് ഇതിനു വേണ്ടിയിട്ട് ഒരു പ്രമുഖ സ്ഥാനം കൂടെ ഇവിടെ വഹിച്ചിട്ടുണ്ട്. ഇവിടെ അടുത്ത് തന്നെയാണ് മീനങ്ങാടി പിന്നെ നക്ഷത്രവനം ഉള്ളത്. അതേപോലെ തന്നെ ഇവിടെ അനവധി വൃക്ഷങ്ങളുണ്ട്. ഈ വൃക്ഷങ്ങളുടെ സംരക്ഷണം എന്തിനെന്ന് പോലും നമുക്ക് ഇവിടെ വന്നാൽ കണ്ടാൽ മനസ്സിലാകും. പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്താൻ ഇവര് മുൻപന്തിയിലുണ്ട്. കലക്ട്രേറ്റില് പിന്നെ വഴിമരങ്ങള് കലക്ട്രേറ്റിൽ ഒരു കിളിക്കൂട് എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ മരങ്ങളൊക്കെ നട്ടു സംരക്ഷിച്ചിട്ടുണ്ട് വഴി സൈഡില്. പിന്നെ ഇതിന്റെ പിന്നെ ഇതാ ഇവിടെ കാണിച്ചിട്ടുണ്ടല്ലോ എക്കോ ഫോറസ്ട്രി സെന്ററിൽ ഫോറസ്ട്രി ട്രെയിനിങ് സെന്ററാണ്. പ്രൊഫസർ തോമസ് തേവരിയാണ് ഇതിന്റെ സെക്രട്ടറി. KP യൂസഫ് ഹാജി. ഇപ്പൊ അവരുടെയൊക്കെ സ്ഥാനങ്ങളൊക്കെ മാറിയെങ്കിലും ഇതിന്റെ ഹെഡ് തോമസ് തേവരി സാറാണ്. പിന്നെ വിനയകുമാർ അഴിപ്പുറത്ത് എന്ന് പറഞ്ഞ അദ്ദേഹമാണ് ഇതിന്റെ സെക്രട്ടറി. ഇപ്പൊ സ്റ്റേറ്റ് സെക്രട്ടറിയാണ് ഉയിസ്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ് പിന്നെ വിനയകുമാർ. അപ്പൊ ഞാൻ ചോദിക്കുന്നല്ലേ, ഇവിടെ താമസിക്കാൻ സൗകര്യമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ? അതെ, ഇവിടെ താമസിക്കാൻ സൗകര്യമുണ്ട്. അത് എത്ര ഇവിടെ ചാർജ് ഒക്കെ വരുന്നത്? നമ്മളിപ്പോ ഉയിസ്ക ഇന്ത്യയിലെ പിന്നെ വയനാട്ടില് ഉണ്ട്, കോഴിക്കോടും ഉണ്ട്. ഇവിടെ പ്രധാന കേന്ദ്രം എന്ന് പറയുന്നത് മീനങ്ങാടിയാണ്. ഇതിന്റെ ഘടകങ്ങളായിട്ട് ഉണ്ട്, ചാപ്റ്ററുകളുണ്ട് ഓരോ സ്ഥലത്ത്. പിന്നെ ഓരോരോ ചെറിയ ക്ലബ്ബ് പോലെ ഇങ്ങനെ രൂപീകരിച്ച് ഇതാണ് വലുത്. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു സ്ഥാപനം ഇതാണ്. ഇവിടെ വയനാട്ടിലേക്ക് വരുന്ന സഞ്ചാരികൾക്ക് താമസ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ സെമിനാർ നടത്താം, അങ്ങനെ ക്യാമ്പുകൾ നടത്താം. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇവിടെ താമസിച്ച് ഇനിയിപ്പോ വയനാട് വന്നിട്ട് ഇവിടെ നല്ല ഒരു ആതിഥ്യം സ്വീകരിച്ച് ഇവിടെ എല്ലായിടും കണ്ട് ഇവിടെ വന്ന് കിടന്ന് വളരെ കുറഞ്ഞൊരു ചാർജുള്ളൂ. 200 രൂപ പെർ ഹെഡ് ഒരു നൈറ്റിന്. ഡോർമെറ്ററി ഉണ്ട്, 2 റൂമുകളുണ്ട്. ബാക്കി ഡോർമെറ്ററി നല്ല ഇല്ല എല്ലാവർക്കും ഒരാൾക്ക് 200 രൂപ. അപ്പൊ ഇതാണ് നമ്മളെ സ്ഥാപനത്തിന്റെ രജിസ്ട്രേഷൻ ഓഫ് സെന്റർ. ഇതാണ് ഇതിവിടെയാണ് രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇത് ഓരോ കാണിച്ചുതരാം, ഓരോന്ന് ചെയ്ത് ഓഫീസ് ഇതാണോ? ഇതാണ് ഓഫീസ്. ഇതാണ് ഓഫീസ്. ഓഫീസ് തുറക്കേണ്ട ആവശ്യമില്ല തന്നെ. ഓഫീസ് ഇതാണ് ഓഫീസ്. പിന്നെ ഇവിടെ സെമിനാറൊക്കെ നടത്താനുള്ള ഹാളുണ്ട്. ഇത് ഹാള് അല്ലേ? ഇതാണ് ഹാള്. കണ്ടോ, ചെറിയ നല്ല വലിയൊരു ഹാളാണല്ലോ. പെരിശ്ശേരിയിലൊരു ഫംഗ്ഷൻ നടത്തുന്നല്ലേ? ഈ ഹാളിനൊക്കെ എത്ര ചാർജ് വരുന്നത്? ഹാളിന് മൊത്തം നമ്മളിങ്ങനെ വരികയാണെങ്കിൽ പെർ ഹെഡ് അന്ന് യൂസ് ചെയ്യാണ് ഒരാൾക്ക് 200 രൂപ. അല്ലാണ്ട് ഹാളിന് ഓരോ ആളുകൾ പരിപാടിയൊക്കെ നടത്തുകയാണെങ്കിൽ 10,3500 രൂപയിൽ വരുന്നുള്ളൂ. കണ്ടോ, അത്രയും ചീപ്പ് റേറ്റേ ഉള്ളൂ. കാരണം പാവപ്പെട്ടവനെ കൊണ്ട് പരിപാടി നടത്താനൊക്കെ ശരിക്കും ഒരു കല്യാണ പരിപാടിയൊക്കെ നടത്തണമെങ്കിൽ ഒരു പാർട്ടിയൊക്കെ അല്ലേ, ഒരു ചെറിയ കല്യാണമൊക്കെ ചെറിയ ആൾക്കാരെ വിളിച്ചിട്ട് ഒരു 8,000 രൂപ ഉണ്ടെങ്കിൽ 10,000 രൂപയിൽ ഒരു കല്യാണ പരിപാടി ഇവിടെ കല്യാണ പരിപാടി കഴിഞ്ഞ് സുഖമായിട്ട് പോകുന്നുണ്ട്. സൗകര്യമുണ്ട്, നല്ല അത്യാവശ്യം നല്ല സ്ഥലമുണ്ട്. ഇവിടെ ഭക്ഷണം ഉണ്ടാക്കാനുള്ള സൗകര്യമുണ്ട്. ഹാളിനോട് ചേർന്ന് ഒരു വലിയ ഭക്ഷണം കഴിക്കാനുള്ള ഹാള്. ഒരു 50 പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാം അല്ലേ? ഒറ്റയടിക്ക് 50 പേർക്ക് ഇരുന്ന് ഫുഡ് കഴിക്കാം. അതാ 50 പേർക്ക് ഇരുന്ന് ഫുഡ് കഴിക്കാം. കണ്ടോ, നോയിക്കോളൂ കണ്ടോ. അത് ഇത് ആൾക്കാർക്ക് കൊടുക്കാറില്ല. ഇവിടെ വരുന്ന ഓയിസ്ക ഗസ്റ്റുകളുടെ ഗസ്റ്റ് താമസിക്കാനുള്ള റൂം അല്ലേ? ഓയിസ്കയുടെ ആൾക്കാർക്ക്. ഇത് കിച്ചണാണ്. കിച്ചൺ ഉണ്ടല്ലോ, കിച്ചൺ ഉണ്ട്. നിങ്ങൾക്ക് ചായ വെച്ച് കുടിക്കണം, ഭക്ഷണം കഴിക്കാം, എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. ഉണ്ടല്ലോ. ഇനി നമുക്ക് റൂമിലോട്ട് പോവാം അല്ലേ? റൂം കാണിക്കൂ. റൂമിലോട്ട് പോവാം. നമ്മള് ഇത് സ്ഥലം ഒന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ. സ്ഥലം എവിടെയാ റൂട്ട് വരുന്ന വെച്ചാൽ നമ്മൾ നേരെ ബത്തേരിക്ക് പോകുന്ന റൂട്ട്. നമ്മള് ബത്തേരിക്ക് വരുന്ന റോഡിന് ബത്തേരിക്ക് വരുന്ന റൂട്ടില് ചുരം കയറി ബത്തേരി റൂട്ടിന് വരുമ്പോ പാതിരിപ്പാലത്തുനിന്ന് 1 കിലോമീറ്ററും 400 മീറ്ററും ഡിസ്റ്റൻസേ ഉള്ളൂ. 1 കിലോമീറ്ററും 400 മീറ്ററും എന്ന് വെച്ചാൽ ബൈപ്പാസ് റോഡിൽ നിന്ന് 1 കിലോമീറ്ററും 400 മീറ്ററും. നമ്മളിതാ പോവാണ്. റൂമിലോട്ട് പോകട്ടോ. ഇതാ കണ്ടോ, കണ്ടല്ലോ. 24 ബെഡ് അല്ലേ മൊത്തത്തില്? അല്ല,
ടോട്ടല് അല്ല ഒരു ഡോർമെട്രിയിൽ 24 കണ്ടോ, ഒരു ഡോർമെട്രിയിൽ 12 പേര് കിടക്കാം. ഇത് അതിലും കൂടുതലുണ്ട്. ഇത് കുറച്ച് കൂടുതലുണ്ട് അല്ലേ? ഇത് കൂടുതലുണ്ട് കേട്ടോ. ഇവിടെ ഒരു 35ഓളം ബെഡ് ഉണ്ട്. 35ഓളം ബെഡ് ഉണ്ട് കേട്ടോ. ഉണ്ടല്ലോ. പിന്നെ എക്സ്ട്രാ ബെഡുകളുണ്ട്. എക്സ്ട്രാ ബെഡ് വേറുണ്ട്. ഇവിടെ നിലത്ത് കിടക്കണേ കിടക്കാം. അതിനോട് ചേർന്ന് തന്നെ ടോയ്ലറ്റ് സൗകര്യങ്ങളുണ്ട്. ടോയ്ലറ്റ് അവിടെ തന്നെ ഉണ്ട്. പുറത്തല്ല അല്ലേ, ഉള്ളിൽ തന്നെ അല്ലേ? എല്ലാം ഉള്ളിൽ തന്നെ. റൂമോ സെറ്റപ്പ് പോലെ തന്നെ. ശരിക്കും ഇവിടെ ഞാൻ പറഞ്ഞ ഇന്റർവ്യൂ ഒക്കെ ആയിട്ട് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. 10 രൂപയൊക്കെ ഒരു സുഖമായിട്ട് ഇവിടെ നേരെ ഒരു വണ്ടി പിടിച്ച് നേരെ ഇങ്ങോട്ട് വന്നാൽ സുഖമായിട്ട് ഇവിടെ നിന്നൊരു താമസിച്ച് ഫ്രഷ് ആയിട്ട് രാവിലെ പോവാം അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഭക്ഷണം വേണേ ഉണ്ടാക്കി കൊടുക്കും അല്ലേ? ഭക്ഷണം നമ്മളിവിടെ ഒരുക്കുന്നുണ്ട്. അതിന് പ്രത്യേക ചാർജ് ഉണ്ട്. ഇല്ല, എന്ത് ഭക്ഷണമാണെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഉണ്ടാക്കി കൊടുക്കും അല്ലേ? അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം വെച്ചാൽ അത് ഉണ്ടാക്കി കൊടുക്കും. അതാണ് ഇതിന്റെ ഇത്. കണ്ടല്ലോ നിങ്ങൾ. ഇത് കൂടാതെ ഒരു ബെഡ്റൂം ഉണ്ട് അല്ലേ? ബെഡ്റൂമിൽ 2 പേർക്ക് താമസിക്കാം. ഒരു ഫാമിലിക്ക് വന്നു കഴിഞ്ഞാൽ താമസിക്കാനുള്ള 2 പേര്. കണ്ടല്ലോ, ഇപ്പുറത്തുണ്ട്. ലൈറ്റൊക്കെ കാണിച്ചിട്ടാ. 2 റൂമുണ്ട്. അതുപോലെ തന്നെ കണ്ടല്ലോ, സെയിം ഇപ്പുറത്തും അതേപോലെ തന്നെ ഉണ്ട് അവിടെ അല്ലേ? ഇതന്നെ സെയിം തന്നെയാണ് സംഭവം. ഇതന്നെ വ്യത്യാസമൊന്നുമില്ല. ഈ റൂം തന്നെയാണ്, ഇതേ റൂം തന്നെ അതും. സൗകര്യം കറക്റ്റ് ഉണ്ട്. കണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് വയനാട്ടിൽ വല്ല ടൂറും പരിപാടിയൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ ഇതുണ്ടല്ലോ, അതായത് കുറച്ചുകൂടി ഇതാണ് ആ റൂം. ഇതിൻ്റെ കേട്ടോ 2 ഇതാട്ടോ. ഒന്ന് കാണിച്ചാലോ മൊത്തത്തിൽ. കണ്ടല്ലോ. അപ്പം സഞ്ചാരികളെ, ടൂർ വരുന്ന ആൾക്കാർക്ക് സുഖമായിട്ട് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഫാമിലിയായി വരുന്നവർക്ക് ഏറ്റവും സുരക്ഷിതമാണ്. കണ്ടോ, ഫാമിലി ആയിട്ട് വരുന്നവർക്ക് ഇവിടെ സുരക്ഷിതമെന്ന് പറയുന്നത് മാഡം. ഇവിടെ വളരെ സുരക്ഷിതമായിട്ട് നല്ല സൗകര്യത്തിലും സന്തോഷത്തിലും ഇവിടെ നിന്ന് പോകാം. നല്ല ഉറക്കം, നല്ല ശാന്തത, അങ്ങനെ മയിലുകളുടെ കരച്ചില്, കലാപരമായിട്ട് എന്തെങ്കിലും പരിപാടി ഉണ്ട്. ഞാൻ എഴുതുന്നതാണ്. വേൾഡ് റെക്കോർഡ് വിന്നറാണ്. പിന്നെ നാഷണൽ അവാർഡ് 5 നാഷണൽ അവാർഡ് വാങ്ങിയിട്ടുണ്ട്. കണ്ടിന്യൂ റൈറ്റിംഗ് ആണ്. പിന്നെ എന്റെ പുസ്തകങ്ങളൊക്കെ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നു, ഇറങ്ങാൻ പോകുന്നു. ഇപ്പോ പിന്നെ ഗിന്നസിൽ അപ്രൂവലായി. കാറ്റഗറി ഫില്ലായാൽ ഗിന്നസായി. വേൾഡിൽ നിങ്ങളായിരിക്കും നമ്പർ 1 വരുന്ന ഇതിലല്ലേ? സന്തോഷം. നിങ്ങൾ വിചാരിച്ച കാര്യങ്ങൾ നടക്കട്ടെ. സർവീശ്വരൻ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ട്. നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. അപ്പോ നമുക്ക് ഇനി മുകളിൽ ഒരു വലിയ ഹാളും കൂടി ഉണ്ട്. അത് പിന്നെ അത് ആർക്കെങ്കിലും വലിയ കല്യാണ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ മുകളിൽ അത് ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ഇല്ല, ഓപ്പൺ ആക്കിയിട്ടില്ല. അത് വേണമെങ്കിൽ ഹാളൊക്കെ ആയിട്ട് വലുതായിട്ട് യൂസ് ചെയ്യാം. ഓപ്പൺ ആക്കിയിട്ടില്ല. അപ്പൊ ഇതിന്റെ മുകളിൽ ഹാൾ ഉണ്ട് എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ കാണേണ്ട ആവശ്യമില്ല. ഓപ്പൺ ആക്കിയിട്ട് കണ്ടാതില്ലോ. അപ്പം നല്ലൊരു സ്ഥലമാണ്. വരുക എല്ലാവരും സന്തോഷത്തോടെ പറഞ്ഞല്ലോ, സന്തോഷത്തോടെ സമാധാനത്തോടെ വയനാട്ടിൽ വന്ന് ടൂറൊക്കെ പരിപാടിയൊക്കെ ആസ്വദിച്ച് പോവുക. അപ്പോൾ നമുക്ക് എന്താ പറയേണ്ടത്, ഇത്ര നേരം നിങ്ങൾ എനിക്ക് വേണ്ടി ഇന്റർവ്യൂ തന്നതിന് ഒരുപാട് സന്തോഷം. ഒരുപാട് നന്ദി. നിങ്ങളിതിന് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കാര്യത്തിന് വന്നതിന് ഒത്തിരി നന്ദി. ഇനി ഇവിടേക്ക് അതിഥികളെ ഞങ്ങൾക്ക് വേണ്ടി പറഞ്ഞു വിടുക. ഷുവർ. നമ്മൾ മാക്സിമം നമ്മൾ ചെയ്യുന്ന ഈ വീഡിയോയിലൂടെ എല്ലാവർക്കും അറിയപ്പെടും. കാരണം വയനാട്ടിൽ എല്ലാവരും നമ്മളായിരിക്കും വരുന്ന മാക്സിമം ചോദിക്കും. അപ്പോൾ ഒരു കാര്യം പറഞ്ഞു കൊടുക്കും. ഈ ഫോൺ നമ്പർ ഒന്നും പറഞ്ഞു കൊടുത്തോളൂ. നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ എന്റെ കോൺടാക്ട് ചെയ്യാന് 7907054364 എന്ന നമ്പറിലോ 9497705118 എന്ന നമ്പറിലോ ബന്ധപ്പെടുക. സ്ഥലം കൂടി പറഞ്ഞു കൊടുക്കുക. സ്ഥലം നമ്മൾ പറഞ്ഞ പോലെ നേരെ ബത്തേരിക്ക് പോകുന്ന റോഡിന് പാതിരിപ്പാലം ജംഗ്ഷൻ ഇറങ്ങി നേരെ ഒയിസ്ക ആവയൽ എന്ന് പറയും. ആവയലിന് നേരെ ഒയിസ്കയിലേക്ക് വരാം. ഒരു അമ്പലത്തിന്റെ ബോർഡ് ഉണ്ട്, ചന്ദ്രവല്ലി ക്ഷേത്രം അല്ലേ? അങ്ങോട്ട് വരണം. ചന്ദ്രവല്ലി ആവയൽ റോഡ്. ആവയൽ റോഡിൽ ഈ റോഡ് തന്നെയാണ് തൊട്ടടുത്താണ് നമ്മൾ രവിയേട്ടന്റെ പന്നിക്കടയിലേക്ക് പോകുന്ന റോഡും. അത് ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റിന്റെ വഴിയിലാണ്. പിന്നെ രവിയേട്ടൻസ് കട ഇവിടെ ഇപ്പോൾ അടുത്ത് വന്നാൽ നിങ്ങൾക്ക് രുചികരമായ ഫുഡ് ഇവിടെ അടുത്ത് തന്നെയുണ്ട്. ഇനി ഇവിടുന്ന് ഞങ്ങളുടെ നാടൻ ഫുഡ് കഴിക്കണമെങ്കിൽ അതും ആവാം. എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ വളരെ സന്തോഷം. ഇനിയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇന്ന് നല്ലൊരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഒന്നും കൂടി കാണിച്ചു തരാം. സ്ഥലം ഇതാണ്. കണ്ടല്ലോ, ഇതാണ് സ്ഥലം. ഇനി ഇങ്ങനെ പിടിച്ചിട്ട് ഇതാണ് നിങ്ങൾക്ക് ആ സ്ഥലം. ഒന്നും കൂടി കാണിച്ചു തരാം. ഇതാ ആണ് ആ സ്ഥലം. വെയിറ്റ് കണ്ടല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് അപ്പോൾ
അടുത്ത ദിവസം കാണാം. ബൈ.